അയ്യോ ഗോപി, നീ എന്തിനാ പറയാതെ ഇങ്ങോട്ടും കേട്ടത്? ഒക്കപ്പുറത്ത് എടാ കനക ഇങ്ങോട്ട് വാ. ഓ എന്ത് എല്ലാരും ഒക്കെ പറയാതെ അവനെങ്കി വന്ന്. എന്താണ് നിന്റെ ഭാര്യ? വെപ്രാളം പിടിച്ച് പോവല്ലേ, ഓട്ടം വിട്. പിന്നെ ഞാനത് മറന്നുപോയി. വെപ്രാളം തന്നെയല്ലേ? ചേട്ടാ മറന്നുപോയി. ഓടിക്കരുതേടാ. ഇന്ന് പാലൊന്നും പറ്റരുത്, ഇവിടെ കിടന്നിട്ടൊക്കെ പോയാ മതി. സമയമുണ്ട് ചേച്ചി. പിന്നെ തങ്കം ഒന്ന് വാ, നിന്റെ സിപ്പപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവരാ. ഇതെന്താ ഒരു വിളിച്ചും പറഞ്ഞില്ല? നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ അങ്ങ് പോന്നു. ഗോപിയാമനാ, ഞാൻ വിചാരിച്ച ജോത്സ്യനായിരിക്കും. ജോത്സ്യന് അതൊക്കെ പിന്നെ പറയാം. കേറി വാ. മാമിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ മാമൻ കൊണ്ടുവരാഞ്ഞേ? എടി അവിടെ ഞാനിപ്പോ ഒരു ഭയങ്കര ഫാം ഒക്കെ നടത്തുകയല്ലേ. പശുക്കള് 10-20 നിൽക്കുന്നു. ഓ, ഫാം ഇപ്പോഴും ഉണ്ടോ? പിന്നെ മേൽനോട്ടത്തിന് അവളാ. 5-6 ബംഗാളികൾ പണിക്കുണ്ട്. എന്നാലും അവളില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയല്ല. പാലിഷ്ടം പോലെ കിട്ടുമായിരിക്കുമല്ലോ. കിട്ടുമെന്നോ? ഈ ഇടയ്ക്ക് ഒരു ജേഴ്സി പശുവിന്റെ കൂടെ വാങ്ങിച്ചു. 25 ലിറ്ററാ ഡെയിലി കറക്കുന്നത്. നല്ലപോലെ കാശ് ഇറക്കിയിട്ടുണ്ടാവുമല്ലോ. എടാ, കാശ് ഇറക്കിയാലേ കാശ് കൊയ്യാൻ പറ്റും. അതാദ്യം മനസ്സിലാക്ക്. പഞ്ചാര കുറച്ച് വെച്ചാൽ മതി. പിന്നെ നീ ഏതോ പണിക്കർ ജോത്സ്യനെ വിളിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു. എടാ വേണോടാ, കൊറേ നാളായിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. എന്ത് പറ്റി ചേച്ചി? ഓ ഒന്നും പറയണ്ടടാ. തമ്മി 4 കൂടെ കണ്ട ഏത് സമയവും കീരിയും പാമ്പും. ഞാൻ എങ്ങനെ സഹിക്കും? അത് പോട്ട്. അതുമല്ല, അടുക്കളയിൽ എന്ത് സാധനം അവർ കൈകൊണ്ട് എടുക്കുന്നോ അപ്പോഴേ തറയിൽ വീണ് ഉടയോ ചെയ്യുന്നു. ഒരു പാമ്പ് കൂടെ ഇവിടെ വന്ന് ഇതിലേ അങ്ങ് പോകും. ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഈ പിള്ളേരെ അടി 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 ഏത് സമയവും. അത് മാത്രല്ല മാമ, ഏട്ടന്റെ ഓഫീസിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു ഫയൽ അവിടെ കണ്ട് വെച്ചിട്ട് കണ്ടില്ല, എന്നിട്ട് SI വിളിച്ച് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച്. അങ്ങനെയൊന്നും സംഭവിക്കാത്ത തന്നെ. അപ്പൊ എന്റെ കാര്യം മാമ, കൊച്ചൊരെണ്ണം കൂടി ആയത് മാമനറിയാലോ. എന്റെ പൊന്നു മാമ, സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലില്ലേ എന്തൊരു പാടാന്നറിയോ? ആലോചിച്ചൊരു എത്തുംപിടിയും കിട്ടൂല. അതുകൊണ്ടാണോന്നറിയില്ല, കണ്ണി കണ്ട ഞങ്ങള് പിടിയാണ്. ഈ കൊച്ചിന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ ആകെ ടെൻഷനാ. അത് ശരി. ഉറക്കം കൂടി കിട്ടണില്ല മര്യാദ. ഓ, അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അല്ലേ? അതിനാണ് നിങ്ങൾ ജോത്സ്യനെ വിളിക്കണമെന്ന് പറയുന്നത് അല്ലേ? എന്റെ ചേച്ചിയൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ആ അന്ധവിശ്വാസങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തായിരുന്നു. ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. ഇപ്പോൾ ഉള്ള ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ എനിക്ക് വളരെ പുച്ഛമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇത് ഞാന് എന്നെ ഇരിക്കപ്പുറം തരുന്നില്ല. ജോത്സ്യനെ വിളി, അവള് കരയുന്നു, ഇവക്ക് പൈസ ഇല്ല, അത് പ്രശ്നം, ഇത് പ്രശ്നം, പാത്രം വീഴുന്നു പറഞ്ഞ് ജോത്സ്യനെ വിളി ഇരിക്കപ്പുറം തരുന്നില്ല. ഗോപിയാമ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷമായി. എന്നെപ്പോലെ ഒരു പുരോഗമന ചിന്താധികാരനാണല്ലോ ഗോപിയാമനും. നമ്മുടെ പാർട്ടിയിലോട്ട് വരുന്നുണ്ടോ? ഇതൊക്കെ എന്നെ അങ്ങോട്ട് മനസ്സിലായില്ല. ഞാനൊരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അല്ല അതെ, ഞാനിവിടെ പുരോഗമന ചിന്താധികാരനായിട്ട് ഇടതും വലതും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സ്വതന്ത്രന്മാർക്കായിട്ടൊന്നും അങ്ങനെ മുന്നോട്ട് പോകൂടെ?